ഹലോ ഗെയ്സ്, അസ്സാം വലൈക്കും. കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാസർഗോഡ് ഭാഷയിൽ തന്നെ മുണ്ടാന്ന് വിചാരിച്ചു. എനിക്ക് കഴിഞ്ഞ പോലെ ഞാൻ മുണ്ടത്, നിങ്ങൾക്ക് എത്ര ആൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇത് പെരുന്ന കഴിഞ്ഞിട്ട് 2 ഡേ കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ. പക്ഷെ നമ്മൾ എഡിറ്റ് ആക്കുമ്പോൾ ലേറ്റ് ആയിപ്പോയി. കൊറിയാത്തിലെ മാങ്ങാൻ്റെ തോട്ടത്തിലും പിന്നെ കൊറിയാത്ത് ഡാമിലും പോയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. പക്ഷേ ഈ സമയത്ത് ഡാം ഓപ്പൺ ഉണ്ടായിട്ടാ ഞങ്ങളും വേറൊരു ഫാമിലി കൂടിയിട്ടാണ് പോയത്. ഇതാ കാണുന്നതാണ് മാങ്ങാൻ്റെ മരം. ഫുള്ള് മാങ്ങ. ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണുന്നില്ല, പക്ഷെ ഭയങ്കരമായിട്ട് മാങ്ങ കുടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ നമുക്ക് മാങ്ങൊന്നും വലിയ കാര്യമൊന്നും അല്ലെങ്കിൽ ഗൾഫിലുണ്ടാകുമ്പോൾ ഭയങ്കര വൈബാണ്. ഇത് ഫുള്ള് പപ്പായ, പിന്നെ മാങ്ങ ചാക്കിൽ നിറച്ചിട്ടുള്ള ഒരു റോഡ് സൈഡിൽ മാർക്കറ്റ് ചെയ്യുന്നതാ. പിന്നെ പൗത്ത മാങ്ങ, പച്ചമാങ്ങ എല്ലാം ഉണ്ട്. എന്നിട്ട് അതെല്ലാം ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കി ടേസ്റ്റ് എല്ലാം നോക്കി മാങ്ങാൻ്റെ. പിന്നെ എന്തെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ചേഞ്ചസ് എന്തെങ്കിലും വേണമെങ്കിൽ അത് കമൻ്റ് അയച്ചിടണേ. അപ്പോൾ തന്നും പാത്തിയും കൂടി ഇതാ മാങ്കോ തിന്നുന്നുണ്ട്. അപ്പുണ്ട് ഇതാ ശരിക്കും ഞങ്ങൾക്ക് അവിടെ കണ്ടിട്ട് ഷോക്കായിട്ട് കയറാം. ഞങ്ങൾക്ക് അവിടെ നിന്ന് വലിക്കണമെന്ന് ഭയങ്കര ഇതുണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് പെർമിഷൻ ഇല്ല അങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്ര ടേസ്റ്റ് ആയിട്ടുള്ള മാങ്ങ പ്യൂറായിട്ട് മരത്തുനിന്ന് വലിച്ചിട്ട് കിട്ടുന്നത് തന്നെ ഒരാടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഫുള്ള് മാങ്ങാൻ്റെ തോട്ടമൊന്നല്ല, കുറേ ഉണ്ട് ഇവിടെ, കുറേ ചെടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നാട്ടിലത്തെ അതേ വൈബ് തന്നെ. നമുക്ക് തന്നെ ഡൗട്ടാണ് ഇത് ഗൾഫാണോ നാടാണെന്ന്. ഫുള്ള് പപ്പായൻ്റെ മരമുണ്ട്. പിന്നെ ആട് സൈഡിലായിട്ട് ചെറിയൊരു തോടുണ്ട്. അപ്പോൾ വീഴാണ്ട് നമ്മൾ നടക്കണം, ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ പോയിക്കോണ്ടുണ്ട്. ബട്ട് അവിടെ കുറേ മാങ്ങെല്ലാം താഴെ വീണിട്ടുണ്ട്. നമ്മൾ അതൊന്നും എടുക്കാൻ പോയിട്ടാ, കാരണം നമ്മളെ നാട്ടിലുള്ള പോലെ നമുക്കൊരു ഫീലാകുന്നില്ല അങ്ങനെ എടുക്കാൻ. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊറിയാത്ത് ഡാമിലേക്ക് വിട്ട്. അവിടെ ഫുള്ള് ക്ലോസ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ എത്തുമ്പോഴത്തേക്കും ഒരു 5 മണി 6 മണിയെല്ലാം ആയിരുന്നു. പക്ഷെ നമ്മൾ എന്തായാലും പോയതല്ല, അത്രയും ലോങ് വന്നിട്ട് പോയല്ലേ വിചാരിച്ച് നമ്മൾ എന്തായാലും മിസ്സാക്കാതെ പോയി. അവിടെ എത്തുമ്പോഴത്തേക്കും സഞ്ജിത്താൻ ഫാമിലി വന്നിട്ടുണ്ടായിന്, പിന്നെ ഓരോരു കസിനും ഉണ്ടായിന്. എന്നിട്ട് ഇവിടെ നോക്കല്ല, അല്ലെങ്കിൽ ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ച് വെള്ളമേ ഉള്ളൂ അവിടെ. പക്ഷെ വെള്ളം അത്ര ക്ലിയർ ഉണ്ടായിട്ട് നമ്മൾ തൽക്കാലം പോയതുകൊണ്ട് ജസ്റ്റ് മക്കളെല്ലാം ഇറക്കിയിട്ട് ജാക്കറ്റൊന്നും ആവശ്യം ഉണ്ടായിട്ട് അത് കൊണ്ടുപോയതുകൊണ്ട് മാത്രം ഇട്ടതാ. അപ്പോൾ കാണുമ്പോൾ നല്ല വെള്ളം, പക്ഷെ നമ്മൾക്ക് ഒരു നല്ലൊരു സ്മെല്ലും ഉണ്ടായിട്ട്. ബട്ട് പിന്നെ നമുക്കൊരു നല്ല വെള്ളമല്ലാത്തൊരു ഫീൽ ഉണ്ടായിന്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടൊന്നുമില്ല. കുട്ടികൾ കുറച്ച് സമയം അവരെ പൂതി മാറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങി, കാരണം ഇവർ ഇതുദ്ദേശം വെച്ചിട്ടാണ് 2 ദിവസമായിട്ടുള്ളത്. അപ്പോൾ ഓരോ പൂതി മാറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ 1 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് പോയി. ഞാൻ കുറേ സമയം നിന്നിട്ടാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുന്ന സമയത്ത് എൻ്റെ അനിയൻ കുട്ടിയിൽ വന്നിട്ടുണ്ടായിന്, ഓനുണ്ടായി, സിദ്ധി ഉണ്ടായിന്, പിന്നെ അഷ്പം നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിന്. അപ്പോൾ നല്ല രസം ഉണ്ടായിന്. പിന്നെ ഭയങ്കര റഷും ഉണ്ടായിന്. കഴിഞ്ഞ കുറി എടുത്ത ക്ലിപ്പ് ഇതാവും. എന്ത് പാങ്ങല്ല കാണാൻ. പിന്നെ ഫുൾ ആൾക്കാരൊന്ന് വെള്ളം നോക്കല്ല, ഭയങ്കര മജ ഉണ്ടായിന്. പിന്നെ ഫോട്ടോയിൽ കാണുമ്പോൾ ഒരു വാൾപേപ്പറിൻ്റെ ഒരു ഫീലല്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.